നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളം ചർച്ച ചെയ്യുന്നത് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടമാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഈ ഗോവിന്ദചാമി കിടന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്ന സെല്ലിന്റെ ചിത്രം പുറത്തു വന്നിരിക്കുകയാണ്. എത്ര ദയനീയമാണ് ആ ഒരു സെല്ലിന്റെ അവസ്ഥ എന്നൊക്കെ നമുക്ക് ആ ചിത്രങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ ഒരു സിസ്റ്റത്തിനൊക്കെ വലിയ രീതിയിലുള്ള പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനമൊക്കെ ശക്തമാകുന്നുണ്ട്. അതായത് ഇത്രയും ഒരു ജയിൽ പുള്ളി അതിനുള്ളിൽ കിടന്നിട്ട് ജയിൽ എങ്ങനെ ചാടണമെന്ന് പ്ലാൻ ചെയ്യുന്നു, അത് നടപ്പിലാക്കി കാണിക്കുന്നു. വലിയൊരു വീഴ്ച തന്നെയാണ് സംഭവിച്ചത്. ആരോപണങ്ങളൊന്നും ഇതുവരെ അവസാനിച്ചിട്ടില്ല. പോലീസിന് നേരെയുള്ള ആരോപണങ്ങൾ, ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള ആരോപണങ്ങളൊന്നും ഇതുവരെ ശമിച്ചിട്ടില്ല. അപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ കണ്ണൂർ ജയിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചിത്രം. കാരണം ഈ സെല്ലിന്റെ താഴ്ഭാഗത്തെ കമ്പികളാണ് ഗോവിന്ദചാമി രക്ഷപ്പെടുവാനായി മുറിച്ചു മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അഴികൾ മുറിച്ചു മാറ്റുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെടുവാതിരിക്കാൻ ഇയാൾ ഈ ഭാഗത്ത് കുറെ നൂലുകളൊക്കെ കൊണ്ട് കെട്ടിയിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിലൊക്കെ വ്യക്തമാണ്. ഈ ഓരോ ദിവസവും ഈ ഉപ്പ് ശേഖരിച്ച് ഈ സെല്ലിന്റെ കമ്പികൾ ദ്രവിപ്പിച്ചു, ഈ അരം ഉപയോഗിച്ചൊക്കെ ദിവസം എടുത്തിട്ടാണ് ഇയാൾ ഈ കമ്പി മുറിച്ചതെന്നാണ് നേരത്തെ തന്നെ മൊഴി നൽകിയിരുന്നത്. അപ്പോൾ ഇത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു ചിത്രം. കാരണം ഇയാൾ സെല്ലിന്റെ താഴ്ഭാഗത്തെ കമ്പികളൊക്കെയാണ് മുറിച്ചിരിക്കുന്നത്. ഈ സെല്ലിൽ നിന്നുകൊണ്ട് കമ്പി മുറിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധയിൽപ്പെടുമെന്ന് കരുതിയതുകൊണ്ട് ഇയാൾ കിടന്നുകൊണ്ടാണ് ഈ കമ്പി മുറിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഈ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ, ഈ കൊതുക് ശല്യം ഉള്ളത് കൊണ്ട് തന്നെ ഇയാൾ മൂടി പുതച്ചൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവർ ടോർച്ച് ലൈറ്റ് അടിച്ചു വന്ന് നോക്കിയാൽ പോലും ഇയാൾ മൂടി പുതച്ച് കിടക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ കിടന്നുകൊണ്ട് ഇത്തരത്തിൽ മുറിച്ചു മാറ്റിയാലും അവിടെ ആരും തന്നെ അത്തരത്തിൽ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയാണ് ഏകദേശം ഒരു 5 ഇടങ്ങളിൽ ഈ കമ്പി മുറിച്ചതായിട്ടുള്ള തെളിവായി നമുക്ക് ആ ചിത്രം പുറത്തു വന്നിരിക്കുന്നത്. ഈ ജയിൽ ജീവനക്കാരൊക്കെ മുഴുവൻ സമയം ഈ ഫോണിലാണെന്നും ആരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ലെന്നും ഈ ഗോവിന്ദചാമി മൊഴി നൽകിയിട്ടുണ്ട്. ഇതും ശരിവെക്കുന്ന രീതിയിലുള്ളതാണ് ഈ ഒരു സെല്ലിന്റെ ചിത്രം. കാരണം ദിവസങ്ങളടുത്താണ് ഇത്രയും ഭാഗം മുറിച്ചു മാറ്റിയത്. എന്നിട്ട് പോലും ഒരു ജയിൽ ജീവനക്കാർ പോലും ആരും അത് കണ്ടിരുന്നില്ല, അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞത് ശരിക്കും അമ്പരപ്പിക്കുന്നതാണ്. എന്തുമാത്രം വീഴ്ച സംഭവിച്ചു എന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഈ ജയിൽ തടവുകാരൊക്കെ ഏറ്റുമുട്ടിയാൽ പോലും കേസ് എടുക്കില്ല എന്നാണ് ഒരു ഭാഗം ജയിൽ ജീവനക്കാരുടെയൊക്കെ ആക്ഷേപം എന്ന് പറയുന്നത്. കാരണം ഈ കണ്ണൂർ ജയിലിൽ രാത്രികാല പരിശോധന ശക്തമല്ല. 3 മാസം കൂടുമ്പോഴൊക്കെ ഈ തടവുകാരെ സെല്ല് മാറ്റണമെന്ന നിർദ്ദേശമാണുള്ളത്. പക്ഷേ ഇതൊന്ന് കണ്ണൂരിൽ പാലിക്കപ്പെടുന്നില്ലെന്നാണ് പറയുന്നത്. ഈ ഗോവിന്ദചാമിയെ നമുക്കറിയാം, തൃശ്ശൂരിലെ അതിസുരക്ഷാ ജയിലിലാണ് എത്തിച്ചിട്ടുള്ളത്, എത്തിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നലെ ഉച്ച 12:30 ഈ ഒരു ജയിലിൽ എത്തിച്ചിരുന്നു. നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടാണ് ഇപ്പോൾ ഏകാന്ത തടവിലാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് താഴത്തെ നിലയിലെ 1ാമത്തെ ബ്ലോക്കിലാണ് ഇപ്പോൾ ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത മുറിയിൽ നിന്ന് ജയിൽ ജീവനക്കാരുടെ നിരീക്ഷണം ഉണ്ടാകും. ഏകാന്ത സെല്ലിലേക്ക് പല ഭാഗങ്ങളിൽ നിന്ന് ക്യാമറ നിരീക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഗോവിന്ദചാമിയുടെ പല അടവുകളും നടക്കില്ല. ക്യാമറ നിരീക്ഷണമൊക്കെ ഉണ്ട്. പിന്നെ അതിലെന്തെങ്കിലും വീഴ്ച വന്നാൽ മാത്രമേ ഇനി ഇതുപോലുള്ള എന്തെങ്കിലും ആവർത്തിക്കുകയുള്ളൂ. ഈ സെല്ലിനുള്ളിലും ക്യാമറ ഉണ്ട്. സെല്ലിൽ മറ്റൊരു തടവുകാരനെ കൂടി ഉൾക്കൊള്ളിച്ച് നിരീക്ഷണം നടത്താൻ ജയിൽ അധികൃതർ തീരുമാനിച്ചു. പക്ഷേ പിന്നീട് ആ ശ്രമം ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് അത്ര സുരക്ഷിതമായിരിക്കില്ല അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ശ്രമം ഉപേക്ഷിച്ചത്. എന്തായാലും നമുക്കറിയാവുന്ന പോലെ തന്നെ ഗോവിന്ദചാമിയുടെ ഒരു സ്വഭാവം ഒരു കടുത്ത ലൈംഗിക വൈകൃതങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ മാത്രമല്ല, നമ്മൾ ആവർത്തിക്കുന്നില്ല സൗമ്യയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ. മാത്രമല്ല ഈ കേസിന് ശേഷം ഒരു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടറോട് അല്ലെങ്കിൽ ആ മെഡിക്കൽ ജീവനക്കാരോടൊക്കെ എങ്ങനെയാണ് പെരുമാറിയതെന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? അതെ, ഈ ജയിലിൽ പോലും ഇയാൾ സ്വവർഗ പീഡനം ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഇയാൾക്ക് ആണാണോ പെണ്ണാണോ എന്നൊന്നും വ്യത്യാസമില്ല, ഒരു സെക്സ് സൈക്കോയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തടവുകാരനെ കൂടെ ഉൾപ്പെടുത്തുക എന്നുള്ളത് അത് സുരക്ഷിതമല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ക്യാമറ നിരീക്ഷണത്തിലേക്ക് മാറിയത് തന്നെ. അപ്പോൾ ഈ ഇരുമ്പഴി മുറിച്ചു മാറ്റിയതിന് ഗോവിന്ദചാമിയുടെ പേരിൽ പൊതുമുതൽ നശിപ്പിച്ചതിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ബി സെല്ലിലെ ഇരുമ്പഴിയുടെ അടിഭാഗം അരം പോലുള്ള ആയുധം ഉപയോഗിച്ചാണ് ഇയാൾ മുറിച്ചു മാറ്റിയിരുന്നത്. അതിനുശേഷമാണ് ഈ വെള്ളിയാഴ്ച പുലർച്ചെ 1:30 ഇയാൾ പുറത്തേക്ക് കടന്നതും. ഈ സെൻട്രൽ ജയിലിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളൊക്കെ യഥേഷ്ടം ലഭിക്കുമെന്ന പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ തന്നെ ഈ ഗോവിന്ദചാമി മൊഴി നൽകിയിട്ടുണ്ട്. കാരണം ജയിലിൽ ചാടിയ ദിവസവും രാത്രിയും ഒക്കെ ഇയാൾ കഞ്ചാവ് വലിച്ചിരുന്നു. ഈ
കഞ്ചാവ് എന്താ പറയുക ഒരു മാഫിയയിൽ നിന്നുകൊണ്ട് തന്നെ മദ്യമൊക്കെ എത്തിച്ചു നൽകാൻ പ്രത്യേക ആളുകളുണ്ടെന്നും ഇയാൾ പറയുന്നുണ്ട്. ഇതൊക്കെ വളരെയധികം സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് ഇയാൾ പുറത്തു നിന്ന് ഗൂഗിൾ പേ വഴി പണം അയച്ചു നൽകുവാൻ ആളില്ലാത്തത് കൊണ്ടും ഈ ലഹരി വസ്തുക്കളൊന്നും ഇയാൾക്ക് കിട്ടാറില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇയാൾ മട്ടൻ കറി ഉൾപ്പെടെയുള്ളവ പകരം നൽകിയാണ് ഈ സഹതടവുകാരിൽ നിന്നൊക്കെ കഞ്ചാവ് വാങ്ങിയിരുന്നത്. പക്ഷെ ഈ മൊഴിയൊന്നും പോലീസ് പൂർണ്ണമായിട്ടും മുഖവിലേക്ക് എടുത്തിട്ടില്ല. കാരണം ഇയാള് ജയിൽ ചാടിയതിനു ശേഷം തമിഴ്നാട്ടിലെത്തി മാധ്യമങ്ങളെ ഉപയോഗിച്ച് നിരപരാധി എന്ന് വരുത്തുവാനുള്ള ഒരു ലക്ഷ്യമിട്ടിരുന്നതായാണ് മൊഴി നൽകിയിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി. കാരണം ഈ തമിഴ്നാട്ടിലെ മാധ്യമങ്ങളെ ഉപയോഗിച്ച് താൻ കുറ്റക്കാരനല്ലെന്ന് വരുത്തിയിരിക്കുവാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തിയെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. അയാൾ ഇപ്പോഴും പറയുന്നത് ഞാൻ ബലാത്സംഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതിനാണ് എന്നെ ശിക്ഷിക്കുന്നത് എന്നാണ് അയാൾ ഇപ്പോഴും പറയുന്നത്. ആ കുട്ടിയെ ഉപദ്രവിച്ചതും മറ്റ് അത്രയും മാരകമായ മുറിവുകൾ ഏൽപ്പിച്ചതും അതൊന്നും ഒരു കുറ്റമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രതി അല്ലെ, ഒരു പ്രത്യേകതരം പ്രതി. അതെ, ഈ തമിഴ്നാട്ടുകാരനായ തന്നെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ ഇട്ടിരിക്കുന്നുവെന്ന് പ്രചരിപ്പിക്കുവാനായിരുന്നു ഇയാളുടെ ഉദ്ദേശം. കാരണം ഈ കേരളവും തമിഴ്നാടും തമ്മിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇയാൾ ഈ പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ അയാളെ എല്ലാ ലക്ഷ്യങ്ങളും തകർത്തുകൊണ്ടാണ് പോലീസ് മുന്നേറിയത്. ഇതിനിടയിൽ തന്നെ മറ്റൊരു വെളിപ്പെടുത്തലും കൂടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കാരണം കണ്ണൂർ സെൻട്രൽ ജയിൽ മുൻ സീനിയർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ വെളിപ്പെടുത്തലായിരുന്നു. കാരണം ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് മുതൽ അയാൾ ഭയചകിതനായിരുന്നു. കാരണം ജയിൽ ചാടുമെന്ന് ഗോവിന്ദച്ചാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും സുരക്ഷിതമായ 10ാം ബ്ലോക്കിൽ നിന്ന് ചാടുമെന്ന് പറഞ്ഞപ്പോൾ തമാശയായിട്ടൊക്കെയാണ് ഈ ഓഫീസർ എടുത്തിരുന്നത്. പക്ഷേ ഈ ജയിൽ ചാടി വന്നാൽ തന്റെ കുടുംബാംഗങ്ങളെ ബലാത്സംഗം ചെയ്യുമെന്ന് ഈ ഗോവിന്ദച്ചാമി ഭീഷണിപ്പെടുത്തിയതായി ഈ അബ്ദുൾ സത്താർ ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തുകയായിരുന്നു. അപ്പൊ ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതോടെ ഭയം കൊണ്ട് ഇദ്ദേഹം അവധിയെടുത്ത് ഈ വീട്ടിലേക്ക് പോവുകയായിരുന്നു. നിലവിൽ കൊട്ടാരക്കര സബ് ജയിലിലാണ് അബ്ദുൾ സത്താർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ, ഈ ജയിലിനകത്തെ ജയിലിലാണ് ഈ ഗോവിന്ദച്ചാമിയെ താമസിപ്പിച്ചിരുന്നത്. അവിടെ നിന്നും ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടലെന്ന പ്രതീക്ഷയായിരുന്നു. അതായത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, ഈ ടൈറ്റാനിക് മുങ്ങില്ലെന്ന് പറയുന്നത് പോലെയായിരുന്നു ഒരു പ്രതീക്ഷ. പക്ഷേ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയപ്പോൾ അവൻ ഇവിടെ വരെ എത്തുവാനുള്ള സമയം പോലും അദ്ദേഹം കണക്ക് കൂട്ടിയിരുന്നു. കാരണം അത്രയ്ക്ക് അയാൾ പേടിച്ചു. ഈ ജയിൽ നിയമം അനുസരിക്കുന്ന കാര്യങ്ങളൊന്നും ഇയാൾ താല്പര്യം പ്രകടിപ്പിച്ചത് നമുക്കറിയാം. മലമൂത്ര വിസർജനം നടത്തുക, തെറി വിളിക്കുക, മലം വാരി എറിയുക, അപ്പൊ അത്തരത്തിലുള്ള ഒരു സൈക്കോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അനുസരിക്കാതെ വരുമ്പോൾ അത് നിർബന്ധിപ്പിച്ച് ചെയ്യേണ്ടി വരിക, അതിന്റെ ഒരു ഭാഗമാകേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പലതരത്തിൽ ഇയാൾ ഈ ഗോവിന്ദച്ചാമി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഞാൻ ജയിലിൽ ചാടി തന്റെ അടുത്ത് എത്തിപ്പെട്ടാൽ തന്നെ കെട്ടിയിട്ട് വീട്ടിലെ എല്ലാവരും ബലാത്കാരം ചെയ്യും, കൊച്ചുകുട്ടികളെ പോലും വെറുതെ വിടില്ല എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞിരുന്നതെന്നാണ് ഭയത്തോടു കൂടി തന്നെ ആ ഓഫീസർ വെളിപ്പെടുത്തുന്നത്. അപ്പം എന്തും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അയാൾ. അയാൾക്ക് തന്നെ ഈ കോയമ്പത്തൂരിലെ 1-2 ശ്മശാനത്തിലൊക്കെ സ്വർണം ഉൾപ്പെടെയുള്ള മോഷണ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ കൈകാര്യം ചെയ്യുന്നൊരു വിങ് തന്നെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവരാണ് ഈ ഗോവിന്ദച്ചാമിക്ക് ലക്ഷങ്ങളും കോടികളും ഒക്കെ മുടക്കി കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്നും ഈ അബ്ദുൾ സത്താർ പറയുന്നുണ്ട്. അപ്പൊ തടവുകാരിൽ നിന്നൊക്കെയാണ് ഇത്തരം കഥകളൊക്കെ അദ്ദേഹം അറിഞ്ഞിട്ടുള്ളത്. പക്ക ക്രിമിനൽ തന്നെയാണ് ഈ ഗോവിന്ദച്ചാമി എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. അത് മാത്രമല്ല, അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നെങ്കിൽ ആരാചാരാകാൻ പോലും അദ്ദേഹം തയ്യാറാകുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ കേസ് വന്ന സമയത്ത് അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു, ഒരുപാട് സംവാദങ്ങൾ ചെയ്യപ്പെട്ടു. ഇപ്പോഴും പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് ഇയാളുടെ ഇടത് കൈപ്പത്തി എങ്ങനെയാണ് പോയത്, അല്ലെ, ഒരു ഗോവിന്ദച്ചാമി എങ്ങനെ ഒരു ഒറ്റക്കൈനായി എന്നൊരു ചോദ്യം. അത് അവിടുത്തെ നാട്ടുകൂട്ടത്തിൽ ഗ്രാമത്തലവന്മാർ വിധിച്ച ശിക്ഷയിലൂടെയാണ് ഇയാളുടെ കൈപ്പത്തി പോയത് എന്നാണ് ഈ വിവരം ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കേറ്റ് എ സുരേഷിന്റെ വെളിപ്പെടുത്തലാണ്. അതായത് തമിഴ്നാട്ടിൽ ഇയാൾ, നമുക്കറിയുന്ന പോലെ തന്നെ ഇയാൾ മോഷ്ടാവാണ്, മോഷണം ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് മോഷണ കേസൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിലെ ഒരു സ്ത്രീയെ അയാൾ ക്രൂരമായി ഉപദ്രവിച്ചു, മാല മോഷ്ടിച്ചു. ഈ കേസിൽ ഈ ഗോവിന്ദച്ചാമി നാട്ടുകാരെ പിടിയിലായി. ഗോവിന്ദച്ചാമിയുടെ പേരിൽ സമാനമായ ഒട്ടേറെ പരാതികളുണ്ട്. അപ്പോൾ ഇടത് കൈപ്പത്തി വെട്ടി മാറ്റുക എന്നൊരു നിർദ്ദേശമായിരുന്നു ഗ്രാമത്തലവന്മാരുടെ നേതൃത്വത്തിലുള്ള നാട്ടുകൂട്ടം തീരുമാനിച്ചത്. പക്ഷേ സ്കൂട്ടറിന്റെ അറ്റകുറ്റപ്പണി നടത്തവേ കുടുങ്ങി നഷ്ടപ്പെട്ടു എന്നായിരുന്നു ഗോവിന്ദച്ചാമി പറഞ്ഞിരുന്നത്. പക്ഷെ അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിന് പിടികൂടി അയാളെ നാട്ടുകൂട്ടത്തിന്റെ വിചാരണ, അതായത് ഗ്രാമത്തലവൻ അടക്കം, പണ്ട് നമ്മൾ സിനിമയിലൊക്കെ
പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണത്. അപ്പോൾ ഗ്രാമത്തലവൻ ഇത്തരത്തിലൊരു ശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു, കൈപ്പത്തി മുറിച്ച് മാറ്റുക എന്നത്. പക്ഷെ ആ ഒരു ശിക്ഷ കിട്ടിയിട്ടും അയാൾ അതിനെക്കാട്ടിയും വലിയൊരു കൊടും ക്രിമിനലായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു ഒറ്റ കൈ വെച്ചിട്ടാണ് ഒരു പെൺകുട്ടിയെ ഇയാൾ ഇത്രയും ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. അപ്പോൾ അയാൾക്ക് ക്രൂരത ചെയ്യാൻ അയാളുടെ കൈ വെട്ടി മാറ്റിയിട്ടും കാല് വെട്ടി മാറ്റിയിട്ടൊന്നും കാര്യമില്ല. അയാളൊരു ക്രൂരനാണ്, ഒരു കൊടും ക്രിമിനലാണ്. അയാൾക്ക് ക്രൂരത ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു ക്രിമിനൽ പ്രവർത്തികളൊക്കെ ചെയ്യാൻ കൈയിന്റെയും കാലിന്റെയും ആവശ്യമില്ല എന്ന് തോന്നുന്നു, അല്ലേ? അതെ, ഇത് മാത്രമല്ല, ഈ ഗോവിന്ദച്ചാമിയുടെ പിതാവ് ഇന്ത്യൻ ആർമിയിലെ ഒരു സൈനികനായിരുന്നു. ഗോവിന്ദസ്വാമി എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര്. ഇങ്ങനെയാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗോവിന്ദച്ചാമിക്ക് ഒരു സഹോദരനുണ്ട്. അപ്പോൾ ഈ പിതാവ് സൈനികനായിരുന്നുവെങ്കിലും അങ്ങേയറ്റം ടോക്സിക് ആയ ഒരു ബാല്യമായിരുന്നു ഇവരുടേതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം ഈ അച്ഛൻ കടുത്ത മദ്യപാനിയായിട്ട് മാറുന്നു. കുടുംബത്തിന്റെ പൂർവിക സ്വത്തൊക്കെ വിറ്റുതുലയ്ക്കുന്നു. ഇതോടെ ഇയാൾ ചില്ലറ ഗുണ്ടാ പണിയിലേക്ക് തിരിയുന്നു, ചില്ലറ മോഷണ കേസുകളിലേക്കും തിരിയുന്നു. അങ്ങനെ സൈനികൻ ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കള്ളനായി മാറുന്നു. എല്ലാം വിറ്റുതുലഞ്ഞതോടെ ഇവര് സമത്വപുര എന്ന് പറയുന്ന ഒരു ചെറിയ കുടിലേക്ക് മാറുന്നു. പിതാവിന്റെ പീഡനം സഹിക്കാനാകാതെ വന്നതോടെ ഈ അമ്മ മാനസിക രോഗിയാവുന്നു. പിന്നെ അവർ തെരുവുകളിലേക്ക് ഇറങ്ങിയിരുന്നു. പിന്നെ ഒരു വാഹന അപകടത്തിൽ മരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഈ പിതാവും ഒരു വാഹനാപകടത്തിലാണ് മരിച്ചത്. ഇതോടെ ഈ രണ്ട് മക്കളും അനാഥരായി. അപ്പോൾ പിതാവിനെ കണ്ട് നേരത്തെ തന്നെ ഈ മക്കൾ അല്ലറ ചില്ലറ മോഷണമൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ ഇവരുടെ മരണശേഷം ഇത് ഇവരൊരു തൊഴിലാക്കി. തുടർന്ന് ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് മോഷണത്തിലൂടെ തുടക്കമിടുന്നു. സ്കൂളിലൊന്നും പോകാതെ തന്നെ ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് രണ്ടുപേരും തിരിഞ്ഞു. അപ്പോൾ തിരക്കേറിയ ട്രെയിനിൽ പോക്കറ്റടി നടത്തുക, മാല പൊട്ടിച്ചോടുക, മദ്യം കടത്തുക തുടങ്ങിയവയൊക്കെയായിരുന്നു ആദ്യകാല പരിപാടികൾ. പിന്നീടത് ആ ഗ്യാങ് വലിയൊരു കൊള്ളകളിലേക്കും കഞ്ചാവ് കടത്തലിലേക്കും ഒക്കെ തിരിഞ്ഞു. നമുക്കറിയാം, ഒരു സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് ഒക്കെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഗോവിന്ദച്ചാമിയുടെ ജീവിതത്തിലും സംഭവിച്ചതെന്നാണ് ഈ ഒരു ക്രൈമുകളെ കുറിച്ചൊക്കെ പഠിച്ചവർ പറയുന്നത്. അപ്പോൾ ഈ കൈപ്പത്തി നഷ്ടമായത് എങ്ങനെയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കേരള പോലീസ് ഒരുപാട് അന്വേഷിച്ചിരുന്നു. അവസാനം 14 വർഷം മുമ്പ് കേരള പോലീസ് നടത്തിയ ഒരു അന്വേഷണത്തിൽ മറ്റൊരു സാഹസികതയിലേക്കാണ് വിരൽ ചൂണ്ടിയത്. കാരണം ഈ ഗോവിന്ദച്ചാമിയുടെ വേരുകൾ തേടി ബലാത്സംഗ കൊലക്കേസിലെ പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട് വിരുദുനഗർ ജില്ലയിലെ ഒരു തിരുട്ട് ഗ്രാമത്തിൽ എത്തുകയായിരുന്നു. അപ്പോൾ ഇയാൾ വളർന്ന പ്രദേശമാണ്. ഇവിടുത്തെ നാട്ടുകാരാണ് ഈ പോലീസിനോട് മറ്റൊരു കഥ പറഞ്ഞത്. അതായത് ഒരിക്കൽ ഇടവഴിയിൽ വെച്ചൊരു സ്ത്രീയുടെ മാല പൊട്ടിച്ച ശേഷം ബൈക്കിൽ പോവുകയായിരുന്നു. അപ്പോൾ ഗോവിന്ദച്ചാമിയും കൂട്ടാളിയും ഒപ്പം ഉണ്ടായിരുന്നു. രക്ഷപ്പെടുവാനായിട്ട് ഈ ബൈക്ക് അതിവേഗ ഹൈവേയിലേക്ക് എടുത്തപ്പോൾ അതിലൂടെ പാഞ്ഞു വന്ന ഒരു ലോറിക്ക് അടിയിൽപ്പെടുമെന്നായപ്പോൾ ഇയാൾ ബ്രേക്ക് ഇട്ട് ബൈക്ക് നിയന്ത്രിക്കുവാൻ പറ്റാതായതോടെ പിന്നിൽക്കുകയായിരുന്ന ഈ ഗോവിന്ദച്ചാമി സ്വന്തം കൈ ഈ പിൻചക്രത്തിലെ കമ്പികൾക്കിടയിൽ തിരുകി കയറ്റുകയായിരുന്നു. അപ്പോൾ ബൈക്ക് സഡൻ ബ്രേക്ക് പോലെ നിൽക്കുകയും ഈ ലോറി തലനാരിഴയ്ക്ക് കടന്നു പോവുകയായിരുന്നു. അങ്ങനെ രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ ചാമിക്ക് കൈപ്പത്തി നഷ്ടമാവുകയായിരുന്നു. അപ്പോൾ ഈ ഗോവിന്ദച്ചാമിയുടെ ക്രിമിനൽ പശ്ചാത്തലം അറിയാൻ പോലീസിന് ഇത്തരം വിവരങ്ങളൊക്കെ സഹായകരമായി മാറുകയായിരുന്നു. കാരണം ഇപ്പോൾ ഇതിൽ ഏതാണ് ശരിക്കും ഗോവിന്ദച്ചാമിയുടെ കൈ പോകാൻ കാരണമായ സംഭവം എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്ത് കഥകളുണ്ടല്ലേ? അതെ, ഈ കുറ്റം ചെയ്യുവാനും രക്ഷപ്പെടുവാനും ഒക്കെ ഇയാൾ എന്ത് സാഹസം കാണിക്കുമെന്നാണ് ഈ ജയിൽ ചാട്ടത്തിൽ ഉൾപ്പെടെ നമ്മളെ സാക്ഷ്യപ്പെടുന്നത്. അപ്പോൾ കൈ പോയതൊക്കെ ഇന്നും ദുരൂഹമാണ്. കാരണം പോലീസ് റെക്കോർഡുകളിൽ പോലും ഇക്കാര്യത്തിനൊരു വ്യക്തതയില്ല. ചില ചോദ്യം ചെയ്യലൊക്കെ കുട്ടിക്കാലത്ത് പടക്കം പൊട്ടിച്ചു പോയതാണെന്നും ചിലപ്പോഴൊക്കെ മുംബൈയിൽ വെച്ച് യൗവനത്തിൽ നഷ്ടപ്പെട്ടതാണെന്നും ഒക്കെ ഈ ഗോവിന്ദച്ചാമി മാറ്റി മാറ്റി മൊഴി നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതേക്കുറിച്ചൊക്കെ പല കഥകളാണ് പ്രചരിക്കുന്നത്. അപ്പൊ തമിഴ്നാട്ടിൽ വെച്ചുണ്ടായ കവർച്ചാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൈ വെട്ടിയതാണെന്നും അങ്ങനെയാണ് ഈ ഗോവിന്ദച്ചാമി സഹോദരനെ അടക്കം ഉപേക്ഷിച്ച് മുംബൈക്ക് വിട്ടതെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗോവിന്ദച്ചാമിയുടെ കൈ പോയത് എങ്ങനെയാണ് എന്നതിനൊരു പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് അത് ആ കഥ എന്ത് വേണോ ആയിക്കോട്ടെ, അല്ലേ? ഇനി നമുക്ക് കുറച്ച് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ എന്താണ് ജനങ്ങൾക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു വെളിപ്പെടുത്തലുണ്ടല്ലോ, ഞാൻ ഭയന്നു പോയി, അയാൾ എൻ്റെ വീട്ടിൽ കയറി എന്നെ കുട്ടികളെ ബലാത്സംഗം ചെയ്യുമെന്ന് പറഞ്ഞു, ഞാൻ പേടിച്ചു പോയി. സ്വാഭാവികമായിട്ടും പോലീസുകാരും അവരും അമാനുഷികരൊന്നും അല്ല, അവരും മനുഷ്യർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഭീഷണിക്ക് വരുമ്പോൾ ചിലപ്പോൾ പകച്ചു പോകുന്നവരുണ്ടാകും. അപ്പോൾ കുറച്ച് കമൻറ്റുകളൂടി നമുക്ക് നോക്കാം സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ എന്താണ് പറയുന്നത്. ഈ വെറും ഒരു ഭിക്ഷക്കാരനായ ഗോവിന്ദച്ചാമിയെ ഇവരെല്ലാം ഇത്രയ്ക്ക് പേടിക്കുന്നുണ്ടെങ്കിൽ ഇവൻ്റെ പിന്നിൽ ആരോ ഉണ്ട്. അത് തുടക്കം മുതൽ തന്നെ ഇയാൾ ഇത്രയും സാഹസികമായിട്ട് ജയിലിൽ ചാടി എന്ന് പറഞ്ഞപ്പോൾ ഉള്ളിൽ നിന്നോ പുറത്തു നിന്നോ ഒക്കെ ഒരു സഹായം കിട്ടിയിട്ടുണ്ടാകാം. അല്ലാതെ ഒരിക്കലും ഗോവിന്ദച്ചാമി ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു സഹായം കിട്ടിയിട്ടില്ല എന്നാണ്. പക്ഷേ ആരുടെയൊക്കെ സഹായം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടക്കം പറഞ്ഞതാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ പാർട്ടി ജയിൽ എന്ന രീതിയിലുള്ളൊരു വിമർശനം. മാത്രമല്ല
ആരുടെയൊക്കെ സഹായം ഗോവിന്ദചാമിക്ക് കിട്ടാൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞ കാര്യമാണ്. മാത്രമല്ല ഇനി ഈ ഗോവിന്ദചാമി ഒരു റേപ്പിസ്റ്റ്, ഒരു ജീവപര്യന്തം തടവ് കിട്ടിയ വ്യക്തിയാണ്. അപ്പൊ അയാൾക്കറിയാം ഇനി എന്ത് ചെയ്താലും ആരും ഒന്നും ചെയ്യില്ല എന്നൊരു ധൈര്യം അയാൾക്കുണ്ട്. ഞാൻ എന്ത് ചെയ്താലും ജീവപര്യന്തം അതെനിക്ക് ഓൾറെഡി ഉണ്ടല്ലോ, അപ്പൊ എന്ത് ചെയ്താലും അതിനുള്ളൊരു ശിക്ഷ. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു വൃത്തിയായിട്ട കോൺഫിഡൻസ് ഗോവിന്ദചാമിക്ക് ഉണ്ട് എന്നത് ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഈ അവനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ ഇപ്പോൾ അങ്ങനെ ചെയ്യുമെന്ന് പറയുന്ന നാട്ടുകാർ തിരിച്ച് പോലീസുകാർ എന്തെങ്കിലും പറയുന്ന ഒരു സാഹചര്യം, അങ്ങനത്തെ ആശങ്കയൊക്കെ ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. പിന്നെ എന്തായാലും ഇത്തരത്തിൽ പോലീസിന് പേടിയുണ്ടോ, അല്ലെങ്കിൽ ഗോവിന്ദചാമിയെ പോലീസ് പേടിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം, അത് നാണമില്ലേ എന്നൊരു ചോദ്യമൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്കറിയില്ലല്ലോ, ഇപ്പോൾ ഗോവിന്ദചാമി എന്ന വ്യക്തി മാത്രമേ നമുക്കറിയാവൂ, പിന്നിൽ ആര് മുന്നിലാര് എന്ന കാര്യത്തെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും അതിനെക്കുറിച്ചൊരു കാര്യവും പറയാൻ പറ്റില്ല. എന്തായാലും ഈ നിയമം മാറ്റാതെ ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. കൊടും കുറ്റവാളികളെ നരകിപ്പിച്ച് കൊല്ലണം എന്നതടക്കമുള്ള അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. 4 നേരം ആഹാരം കൊടുത്ത് ഈ ഗോവിന്ദചാമിയൊക്കെ വളർത്തേണ്ട ആവശ്യമുണ്ടോ എന്നതടക്കമുള്ള അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. മാത്രമല്ല ഈ കിട്ടിയ സമയത്ത് തന്നെ ഇയാളെ തീർക്കേണ്ടതായിരുന്നു എന്നും ആൾക്കാർ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആർക്കും അങ്ങനെ തോന്നിപ്പോകും. ഇപ്പോൾ അതെ, ആ അമ്മ പോലും പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് പോലീസിന് വിട്ടുകൊടുത്തത്, നിയമത്തിന് എന്തിനാണ് വിട്ടുകൊടുത്തത്, ആ കിട്ടിയപ്പോൾ തന്നെ നാട്ടുകാർക്ക് തല്ലിക്കൊല്ലാമായിരുന്നില്ലേ എന്നുകൊണ്ടാണ് ആ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മ പോലും പറഞ്ഞത്. ഇന്ന് ആ അമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത്, അതായത് ആ പെൺകുട്ടിയുടെ അമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത്, സ്വന്തം വീടും സ്ഥലവും ഒക്കെ വിറ്റ് മറ്റൊരിടത്തേക്ക് പോകുവാൻ വേണ്ട ഒരു ഗതികേടിൽ നിൽക്കുകയാണ്. കാരണം ഈ പറയുന്ന പെൺകുട്ടിയുടെ സഹോദരൻ ഇടക്കാലത്ത് ആത്മഹത്യ ചെയ്തിരുന്നു. അപ്പോൾ ഭാര്യയും കുഞ്ഞും ഉണ്ട് വീട്ടിൽ. അപ്പോൾ അവർക്ക് ജീവിക്കുവാനായി പണം പോലും ഇല്ല, യാതൊരു അവസ്ഥയും ഇല്ല. അത്തരത്തിൽ ആ വീട് വിറ്റ് വേണം ഇനി അവർക്ക് മറ്റൊരിടത്ത് പോയി ജീവിക്കുവാൻ എന്ന അമ്മ കണ്ണീരോട് കൂടി പറയുകയാണ്. അപ്പൊ അത്ര ദയനീയമായ ഒരു അവസ്ഥയെ കഴിയുകയാണ്. ഈ ഗോവിന്ദചാമി തകർത്ത പല കുടുംബങ്ങളിൽ ഒരു കുടുംബമാണത്. വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ എന്തായാലും വരും മണിക്കൂറുകളിലും ഗോവിന്ദചാമിയെ പുതിയ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഇത്തരത്തിലുള്ള സാഹസങ്ങളൊന്നും ഗോവിന്ദചാമി കാണിക്കാതിരിക്കട്ടെ, ആ പ്രതി ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങാതിരിക്കട്ടെ. കാരണം നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്, നമുക്ക് ആശങ്കയുണ്ട് ഇനി ഇങ്ങനെ സംഭവിച്ചാലോ എന്ന ആശങ്ക ഇപ്പോൾ തന്നെയുണ്ട്. ഗോവിന്ദചാമി എന്നല്ല, ഒരു പ്രതികളും ഇത്തരത്തിൽ ജയിൽ ചാടാതിരിക്കട്ടെ, അത്തരത്തിലുള്ള ഒരു വീഴ്ചയൊന്നും ജയിൽ അധികൃതർക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഇപ്പോൾ ഏവരുടെ ഒരു പ്രാർത്ഥന, അല്ലേ? അതെ.